വിശ്വനല്ലേ എന്തു? ഉണ്ട്. വിശ്വട്ടാ ഇരിക്കൂ. ആ, നീയായിരുന്നോ? മദ്രാസിൽ നിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. എന്തായി? ആ മാർവാടിയിൽ നിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത്. എന്താ കാര്യം? ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോകുന്നത്. ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. സ്റ്റേ ഉള്ളൊരു പ്രോജക്ടിന് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രേ. സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു? ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ. എന്റെ ബലമായ സംശയം അവറാച്ചനാണെന്ന്. എന്തായാലും നീ വിഷമിക്കണ്ട. ഞാൻ ആ പൊതുവാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അയാളുടെ കയ്യിൽ 1-2 ഫൈനാൻസേഴ്സ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ ധൈര്യമായിട്ടിരി, എല്ലാം ശരിയാവുന്നേ. എനിക്കൊന്നൊരു അല്പം തിരക്കുള്ള ദിവസമാണ്. നമുക്ക് വൈകിട്ട് കാണാം. അങ്ങോട്ട് പോവില്ല. പോകാനുള്ളതല്ലേ ആട്ടോ? ഇത് പോവില്ല. എത്ര രൂപയായി? 5 രൂപ. വെച്ചോളൂ. ആരാ? അവറാച്ചനോ കസ്റ്റമേഴ്സോ? ഗുരുക്കളമ്മാവൻ. ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല. അയ്യോ, കാണാനോ? നല്ല കാര്യം. ഉണ്ണികൃഷ്ണനിലെ വിശ്വാടൻ എന്ന് പറഞ്ഞ്. എന്തു മോളെ? വിശ്വാസമില്ലേ മോളെ? ടൂറില്ല അമ്മാവ. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഇരിക്കമ്മാവ. ഇരിക്കാനൊന്നും സമയമില്ല. വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രടം വരെ ഒന്ന് കയറാവുന്ന വെച്ചു. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും ഏറ്റു. അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട്. തറവാടൊഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു. വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണു. തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട. അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും. പരുങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ. മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം. അതിനു മുമ്പ് മോളുടെയും വിശ്വനാഥന്റെയും കൂടെ ഒരു 3-4 ദിവസം കഴിയണോ അത്ര. ആരാറ്? അതാരുമില്ല. ആരുമില്ലാണ്ടെങ്ങനെയാ തുമ്മലുണ്ടാവുക? ഞാൻ പറഞ്ഞില്ലേ. ആഹാ, മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ? എനിക്കോ? തുമ്മലോ? നീ ഭാഗത്ത് തുമ്മുന്നായിട്ടല്ലോ. മോക്ക് ഗുരുക്കളമ്മാവൻ രാഷ്നാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കി തരാം. അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുമുക. പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയില്ല. മോക്കുണ്ടോ? അമ്മോളും ഉപയോഗിച്ചോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വിഷ്ണുനാഥൻ വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചിട്ട് പറയണം. അമ്മാവനെ ഇന്ന് തന്നെ പോണോ? ഒരു 2 ദിവസം നിന്നിട്ട് പോയാ പോരെ? 2 അല്ല 4 ദിവസം നിൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഉണ്ട് തറവാട്ടിലെ. ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ മറ്റാരാ അവിടെ ഉള്ളത്? അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ. ഇനി മോള് ഇങ്ങനെ പറഞ്ഞ ഗുരുക്കളമ്മാവന് വേദന ഉണ്ടാവും. മോള് വിഷമിക്കാതെ. മുത്തശ്ശിയും കൂട്ടി ഗുരുക്കളമ്മാവൻ ഉടനെ ഇങ്ങെത്തും. പോട്ടെ. അമ്മാവ കൊട സഞ്ചി. തിരക്കിനിടെ ഞാനങ്ങ് മറന്നു. എന്താ കാണിച്ച വിശ്വേട്ടൻ? നിങ്ങളുടെ ഈ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ഉണ്ണികൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? അല്ല വിശ്വം, ഇന്ദു പറയുന്നതിലും കാര്യമുണ്ട്. ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയ മുത്തശ്ശി. എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയതൊരു നാടകമാണെന്നറിഞ്ഞാൽ അവരെങ്ങനെയാവും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. അപ്പൊ എത്ര കാലം ഇതിങ്ങനെ ഒളിച്ചു വെക്കാവുന്ന? എന്നായാലും മുത്തശ്ശി ഇതൊക്കെ അറിഞ്ഞല്ലേ പറ്റൂ. സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിനെ ഞാനും വിചാരിച്ചിരുന്നേ. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല. വിശ്വത്തിന് കാശ് അത്യാവശ്യമായിട്ടുള്ള സമയമാണിത്. മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക. എന്റെ ബിസിനസിന് മുത്തശ്ശിയുടെ സ്വത്തും പണം ഒന്നും ആവശ്യമില്ല. അതിനുവേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിക്കാനും ഞാൻ തയ്യാറല്ല. അതല്ല വിശ്വേട്ടാ, നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞാ
നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം. എന്നായാലും ഇതെല്ലാം അറിയുമ്പോ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും. എന്നാ പിന്നെ വിശ്വേട്ടന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നില്ലേ നല്ലത്? തൽക്കാലം ഒരു 4 ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ. അതിന് ഞാനിനി അയാളെ എവിടെ പോയി തപ്പും? അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അയാൾ സമ്മതിക്കുന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇടിച്ചതിന്റെ ലിവറിളക്കി കളയും. പെണ്ണുങ്ങളെ കമലടിക്കുന്നോളാം. ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, അതാണ് പറഞ്ഞത്. മീശ മീശ, വരേൻ മീശ, കൊമ്പൻ മീശ, കൊനസ്റ്റ് മീശ, പോലീസ് മീശ, പട്ടാള മീശ, കായംകുളം കൊച്ചുള്ളി മീശ. ബേനോർ ഭായിയോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തായ്മാർകളെ, തന്തമാർകളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധ തരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാഞ്ചൻ ജഗ്ഗ. സംപ്രതി വാർത്താഹ പ്രവാചക ബലദേവാനന്ദ സാഗര. സുഹൃത്തുക്കളെ, ദേവാനന്ദനെ പോലെ വലിയ നടന്മാർ ജനക് ജനക് പായൽ ബജെ ജനിച്ചത് മീശയില്ലാതെയാണ്. ദിൽഹേക്ക് മാൻതാ നഹീം. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് റോട്ടി കപ്പട ഓർ മകാൻ, ചെറിയ കപ്പട മഹാൻ മീശകൾ വച്ച് ലുപ്തര മത്തര സ്വന്തം രൂപം പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. മുഖദ്ദർ കാ സികന്ദർ, മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക്. ആരാണ് ആശിക്കാത്തത്? ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു. കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും. ഒരു പാക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത്? പാക്കറ്റ് ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരൂ വരൂ വരൂ, വിവിധ തരം മീശകൾ. 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ. വരൂ, വരൂ വരൂ, വാങ്ങിക്കോളൂ. ക്യൂ നിന്ന് വാങ്ങൂ. തള്ളരുത്, എല്ലാവർക്കും ഉണ്ടല്ലോ. എന്താ അങ്ങനെ? വരൂ വരൂ വരൂ. മീശയും താടിയൊക്കെ സഹായ വിലയാണ്. വാങ്ങിക്കോളൂ, ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ. ഉണ്ണികൃഷ്ണ, വാങ്ങിച്ചോളൂ. ഈ മീശയും താടിയും വെച്ചാ ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം, തിരിച്ചറിയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണ ഇങ്ങോട്ട് വന്നേ. ചിലപ്പോ ഈ താടിയും മീശയും വെച്ചാ പരിചയമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നുവരെ ചെയ്യും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ അവിടെ നിന്നേ. ഉണ്ണികൃഷ്ണ അവിടെ നിൽക്കാൻ. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ അവിടെ നിൽക്കേ. അവിടെ നിൽക്കാൻ. ഉണ്ണികൃഷ്ണ നിൽക്കേ. ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. കാര്യം പറയാം. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആപൽഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിനെനിക്ക് കിട്ടിയ ശിക്ഷയോ 5 ഇടിയും 6 അടിയും 3 തൊഴിയും. സ്വല്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണെന്റെ തല പപ്പടമായി പോയെന്നെ. എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ കാലുവാരിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട്. സോ ദിസ് ഇസ് എ ബിസിനസ്. അപ്പൊ എന്റേതും ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല. എനിക്കും വേണം കമ്മീഷൻ, ബ്രോക്കറേജ്, ലാഭവിഹിതം. തനിക്കിപ്പോ എന്താ വേണ്ടത്? മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. എനിക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അതിനപ്പുറത്ത് പലതുമാണ്. അയ്യോ, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, എല്ലാ അർത്ഥത്തിലും. ഉടൻ നിർത്തിക്കോളൂ. അതെ, ഇങ്ങോട്ട് വന്നോളൂ. ചുമട് എടുക്കുവോ? എടുത്തോളൂ. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി.
എന്താ തടി പോലെ നോക്കിക്കണേ, ഉമ്മർത്തോണ്ട് വെച്ചൂടെ? എന്താ താനീ കാണിച്ചത്? ഊരിയൊന്നുമില്ല. ഇവിടെ ഗുരുക്കളെ താൻ എന്താ കാണിച്ചേ? യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. ഒരൗൺസ് പഞ്ചജീര കുടപിടിച്ച് കാറി കയറിയത് ഓർമ്മയുണ്ട്. ഇങ്ങ് വീടെത്തിപ്പോഴേ കണ്ണൂർന്ന് ഞാൻ മത്തങ്ങ എടുത്തോട്ടെ. മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. വന്നാട്ടെ. ഊണിന് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. പാലട പ്രഥമൻ വേറെയുണ്ട്. മുറുക്കാൻ ജാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ഗുരുക്കളമ്മാവന് അങ്ങാടി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂട്ടോ, ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം. തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാതി എണ്ണ തന്നെ മതിയല്ലോ, അതും വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നു കൂട്ടിയേ. താൻ എന്തിനുണ്ട് പതർന്നേ? വേണ്ടേ? പതർന്നില്ലേ? വന്നാട്ടെ വന്നാട്ടെ. ഒരു മോളെ. നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പി ആവാം അല്ലേ? സിസ്റ്റർ സിസ്റ്റർ എനിക്ക് ഇന്ദു പോയി കാപ്പി എടുത്തോണ്ട് വരൂ. കാല് തടവണോ മുത്തശ്ശി? തടവി കൊടുക്കടി. ഇപ്പൊ വേണ്ട മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് ആ മതിയില്ലേ? വായി നോക്കി നിൽക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ ഗുരുക്കളമ്മാനെ സഹായിക്കടി. നോക്കാതെ ചെല്ലടി. ചെല്ലുമോളെ. വിരട്ടിയാലേ ശരിയാവുള്ളൂ. നിന്നേ, മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ചുള്ള ഈ എടി പൊളി വിളി നിർത്തിയില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. അത് ഉണ്ണികൃഷ്ണൻ സ്വർണ്ണലതയെ വിളിക്കുന്നതല്ല. ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം, അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം. ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലുണ്ടല്ലോ. എന്ത് ചെയ്യും മാഡം? ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എന്റെ കയ്യിലാ. നിർത്ത്. കുതിരവണ്ടി ഓടിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയ എന്നെ വേണം തല്ലാൻ. ഓഹോ, നിന്റെ അടവ് എനിക്ക് മനസ്സിലായി. ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും. അതിന് എന്നെ കിട്ടൂല, വേറെ ആളെ നോക്കിയാ മതി. ഓക്കെ? എന്താ മോളെ അവിടെ? ഒന്നുമില്ല മാവാ.